തിരൂര് ഭയങ്കര ആക്റ്റീവായിട്ടാണല്ലോ കാണുന്നത്. സാധ്യതകൾ കുറുക്കോളി മൊയ്തീൻ സാഹിബിനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ. എന്നാൽ പോലും വി അബ്ദുറഹ്മാൻ്റെ കഴിഞ്ഞകാല പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ശക്തമായ മത്സരം നടക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാളെ തള്ളിക്കളി അല്ല, അത് രണ്ടുപേരും തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടുപേരെയും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള മത്സരമാണ്. അപ്പോൾ ഒരു കടുത്ത മത്സരമാണ് തിരൂര് മത്സരം നടക്കുന്നത്. ഓക്കെ ചാൻസ് ഭൂരിപക്ഷം ഇതാണ് കാണുന്നത്. അബ്ദുറഹ്മാൻ അല്ലേ? സാധ്യത ഇപ്പോൾ രണ്ടും ഈക്വലായിട്ട് ഇപ്പോൾ ലെവലിൽ നിൽക്കണേ. കുറുക്കോളി ഉറപ്പാണോ? ഈ ഒരു കുറുക്കോളി ജയിക്കുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാണ്. ഒരു 15,000 വോട്ടിന് ജയിക്കും. അബ്ദുറഹ്മാൻ ജയിക്കുന്നതാണ് സാധ്യത. അതെ, അബ്ദുറഹ്മാൻ ജയിക്കുന്നതാണ്. നിങ്ങൾക്കും അതിൻ്റെ തിരൂരൊക്കെ സൂപ്പറാണ്, ഈസി ആയിട്ട് ജയിക്കും. ആര് ജയിക്കും? കുറുക്കോളി ജയിക്കും. അവിടുന്ന് തോൽവി വായന്ന് പോകുന്നതല്ല, ജയം കുറുക്കോളിക്കാണ്. അവിടെ നമ്മൾ നവാസ് വന്നപ്പോൾ പേടിച്ച് പോകുന്നതല്ല ഇങ്ങോട്ട്. തിരൂര് അവസ്ഥ ഏതായാലും നല്ല മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത്. UDF ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ UDF മുൻതൂക്കം. വി അബ്ദുറഹ്മാൻ ശക്തനായ ഒരു നേതാവൊക്കെ തന്നെയാണ്. നല്ലൊരു മത്സരമാണോ തിരൂർ നടക്കുന്നത്? ബലാബലാണ്. എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം അതിലധികമോ അതിൽ കുറയോ? ഭൂരിപക്ഷത്തില്ല, ജയം UDF തന്നെ ആയിരിക്കും മിക്കവാറും തോന്നുന്നത്. ഇവിടെ അത്രയും ജയിക്കും. ചാൻസ് ഇല്ല. കുറുക്കോളിയിൽ അധികം ഇപ്പോൾ കാണൽ കുറവാണ്. സാധ്യത എന്തായാലും മാറി മാറി ഭരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു ആളെന്നെ ഭരിക്കുമ്പോൾ അതൊരു അതല്ല, മാറി മാറി ഭരിക്കുമ്പോൾ എന്താണ് അതല്ല നല്ലത്. ഉറപ്പാണോ? അല്ല, കുറേ വികസനങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ്. മുൻപത്തെ അത്ര ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അല്ലേ? മാമൻ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. മാമൻ ജയിക്കും അല്ലേ? ഓ, ഇവിടെ വി അബ്ദുറഹ്മാൻ ജയിക്കും. ഉറപ്പാണോ? പിന്നെ മാമനെ കൊണ്ടുപോയി തൂക്കി കഴിഞ്ഞ് സംശയം അബ്ദുറഹ്മാൻ ജയിക്കുള്ളൂ. മാമൻ തൂക്കും അല്ലേ? ഞാൻ പൊളിക്കൂലേ? എന്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാ? UDF ജയിക്കൂലേ? തിരൂരിൽ കുറുക്കോളി ജയിക്കുന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കുറുക്കോളി മൊയ്തീൻ ജയിക്കും 100%. ഉറപ്പാണോ? ഉറപ്പാണ്. ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തിനും കൂടുതലുണ്ടാവുക? കൂടുതലുണ്ടാവും. കൂടുതലാണ് കാരണം, ഭൂരിപക്ഷം കൂടുതലാണ് കാരണം. കുറുക്കോളി മൊയ്തീൻ ജയിക്കും. തിരൂരിൽ ആര് ജയിക്കുമെന്ന് എനിക്ക് പറയാനറിയില്ല. ആര് ജയിച്ചാലും എൻ്റെ ഒരു ആഗ്രഹം എന്താ പറയാം, എനിക്ക് ഇവിടെ കേരളത്തിൽ ഒരു ശക്തമായ മൂന്നാം മുന്നണി വരണം. കാരണം എല്ലാ പ്രാവശ്യവും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ഭരിച്ച് കൈയിട്ട് വാരി അവർ പോവും, അടുത്ത ആൾ വരും കൈയിട്ട് വാരും പോവും. ഇതല്ലാണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല. മൂന്നാം മുന്നണി എന്ന് താങ്കൾ ഉദ്ദേശിച്ച് BJP ഒന്നുമില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇടതിനോടും വലതിനോടും ഒരാളോടും ചായവില്ല. എനിക്ക് നല്ലത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ മൂന്നാം മുന്നണി വന്നാൽ ഈ 2 ആൾക്കാർക്ക് ഒരു ബോധം ഉണ്ടാവും. മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ പറയായിരുന്നു തിരൂര് മൊത്തത്തിൽ ഈ LDF ഭരണം വീണ്ടും വന്നാൽ ചാൻസ് ഇല്ല. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ BJP അടുത്ത വർഷം കൂടുതൽ സീറ്റ് മേടിക്കും. ഇപ്പം എത്ര മേടിക്കുന്ന അറിയില്ല, പക്ഷേ അങ്ങനെയാണ് ഉണ്ടാവുക. കാരണം ജനങ്ങൾ വെറുത്ത് അങ്ങേ അറ്റത്ത് എത്തിയിട്ടുണ്ട് പലരും. പിന്നെന്താ വെച്ചാൽ അമിതമായി ഈ പാർട്ടി അപജയം വന്നു കഴിഞ്ഞാൽ പാർട്ടീനെ നമ്മൾ അങ്ങോട്ട് ശാസിക്കണം. അത് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ പിന്നെ അവർക്ക് തന്നെ വോട്ട് ചെയ്യുമായിരിക്കും, പക്ഷേ സാധാരണക്കാർ മാറ്റി കുത്തും, അത് കൺഫേമാണ്. അങ്ങനെ ആവണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ബുദ്ധിയുള്ളവർ അതാ ചെയ്യുക, അത്രയേ ഉള്ളൂ.